ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായില്ലേ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല അഡാറ് ഒരു പഴങ്കഞ്ഞിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഇതുപോലൊരു പഴങ്കഞ്ഞി കഴിച്ച് നോക്കണം. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല പൊന്നു, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ തലേ ദിവസം കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു. കുറേ ദിവസം കൊണ്ട് മക്കൾക്ക് പഴങ്കഞ്ഞി വേണമെന്ന് ഇങ്ങനെ പറയണമുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ചോറ് ബാക്കി വന്നതിന് എടുത്ത് വെച്ചു. അപ്പോൾ ആ ചോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നല്ല പോലെ കൈകൊണ്ട് ഞെരടി കൊടുക്കണം. ആ ഒരു ഉള്ളിയുടെ എല്ലാ സത്തുമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഞെരടി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇനി ഒരു 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞിടണം. അപ്പോൾ പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടതെന്ന് വെച്ചാൽ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് ഒരുപാട് എരിയൊന്നും പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് അരിഞ്ഞിട്ടത്. അതിന് ശേഷം അതിനെ നമുക്ക് ആ ഒരു പഴങ്കഞ്ഞി വെള്ളമൊഴിച്ച് വെച്ച ചോറില്ലേ അതിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസം എടുക്കാം. ഇതിപ്പോൾ ഞാൻ തലേദിവസം രാത്രി തന്നെയാണ്. അപ്പോൾ ഞാൻ ചീനിയല്ല ഇതിനായിട്ട് തയ്യാറാക്കിയത്, ചക്കയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു. ചക്ക ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചക്ക ഇട്ട് നമ്മൾ പഴങ്കഞ്ഞി ഒന്ന് കലക്കി അടിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്ക്. അങ്ങനെ ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ അരപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അരപ്പിനായിട്ട് കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് കുരുമുളകും പിന്നെ കറിവേപ്പിലയും ജീരകവും ഒക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. അതിനെ ഞാൻ ചക്കയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ശകലം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. വെന്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിനകത്തിൽ ഒഴിച്ച് കൊടുക്കണം. ഇത് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ. പിന്നെ നമുക്ക് പൊരിച്ചമീൻ വേണമല്ലോ. പൊരിച്ചമീനിന് വേണ്ടി ഞാൻ ചൂടായി കിടന്ന എണ്ണയിലേക്ക് മീൻ പൊരിക്കാനായിട്ടിട്ട്, അപ്പോൾ അത് ഞാൻ പുരട്ടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നവര മീനാണ്. നവര മീൻ പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പൊരിച്ച മീനും നമ്മുടെ ഉണക്കമീനും ഇല്ലാതൊക്കെ എന്താണ് ഒരു പിന്നെ പഴങ്കഞ്ഞി. ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടിപൊളി ഒരു പഴങ്കഞ്ഞിയായിരുന്നു കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് കഴിച്ച് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനും ഉണ്ടായിരുന്നു, ബാലൻസും ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിനായിട്ട് നമുക്ക് കുറച്ച് ചമ്മന്തിയും കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും മുളക് പൊടിയും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇത്തിരി തോനെ ഇടണം, എനിക്ക് മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്ക് ഉണക്കമീനില്ലാതെ എന്താണ് ഒരു പഴങ്കഞ്ഞി കുടിക്കണത്. നല്ല ചുട്ട ഉണക്കമീനും കൂടെ ആവുകയാണെങ്കിൽ അതിനെക്കാട്ടി അടിപൊളി ടേസ്റ്റാണ്. മഴയായതുകൊണ്ട് ചുടാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം ഞാൻ മീൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ 2 ഉണക്കമീനും ഒന്ന് മസാല പുരട്ടി അതിനെയും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ പഴങ്കഞ്ഞിയൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ്. നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇതിനെ നമുക്കൊന്ന് സുന്ദരിയാക്കി എടുക്കാം, നല്ല ടേസ്റ്റി ആക്കി എടുക്കാം. അപ്പം അതിലേക്ക് ഇനി ഞാൻ അടുത്തതായിട്ടിടാൻ പോണത് നമ്മൾ തലേദിവസം വേവിച്ച് വെച്ചില്ലേ, രാത്രി വേവിച്ച് വെച്ചിരുന്ന ചക്ക ആയതുകൊണ്ട് അത് കേടാവത്തൊന്നുമില്ല കേട്ടോ. നന്നായിട്ടിരുന്ന് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചക്കയിൽ നിന്ന് കുറച്ച് ഞാൻ കോരി ആ ഒരു പഴങ്കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള
തൈരും കൂടെ ഒഴിച്ച് കൊടുക്കണം. തൈരും ചക്കയും ഒരു പഴങ്കഞ്ഞിയും കൂടെ ഒക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പം കലക്കിയെടുക്കാൻ കൈകൊണ്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ സ്പൂൺ കൊണ്ട് കലക്കിയെടുക്കുക. പക്ഷേ നമ്മൾ കൈകൊണ്ട് ഇതേ രീതിയിൽ കലക്കിയെടുക്കുമ്പോൾ അതെല്ലാം നല്ല രീതിയിൽ യോജിച്ച് കിട്ടും. പിന്നെന്ന് വെച്ചാൽ ഇവിടെ മക്കൾക്ക് ഞാനിങ്ങനെയൊക്കെ കലക്കി കൊടുക്കുന്നതാണ് അവർക്കും ഇഷ്ടം. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ദിവസങ്ങളിൽ ചോറൊക്കെ കഴിക്കുമ്പോഴെന്നാലും ഒരുമിച്ചൊരു പാത്രത്തിലിട്ട് അവർക്കെല്ലാവർക്കും ഇക്കാക്കും മക്കൾക്കും എല്ലാം വാരി കൊടുക്കുന്നത് ഞങ്ങൾക്കതൊരു ശീലമാണ്. വല്ലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചെയ്തില്ലേ പിന്നെന്താണ്. അങ്ങനെ കലക്കിയെടുത്ത നമ്മുടെ അടിപൊളി പഴങ്കഞ്ഞി കണ്ടോ, എന്താ ഒരു മൊഞ്ച്. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി എടുത്തിട്ടുണ്ട്. പൊരിച്ച മീൻ 2 കഷ്ണം പൊരിച്ച മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച ഉണക്കമീൻ പൊരിച്ച് നല്ല ചുട്ട ഉണക്കമീനാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരിക്കും. എനിക്കിപ്പം കണ്ടപ്പം തന്നെ വായിക്കൂടെ വെള്ളം വരുന്നു. പിന്നെ ഞാൻ പുളിഞ്ചിക്ക അച്ചാറുണ്ടായിരുന്നു, മാങ്ങാച്ചാറൊന്നും ഇല്ലായിരുന്നു. പുളിഞ്ചിക്ക അച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മീൻകറി, നല്ല മുളകിട്ട മീൻകറി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് അടിപൊളിയായിട്ട് നമുക്കൊന്ന് കലക്കി അടിച്ചാലോ. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു കഞ്ഞി കുടിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഒരു ആഹാരവും വേണ്ട കേട്ടോ. അടിപൊളിയാണ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം വന്നിട്ട് വയ്യ കേട്ടോ. എനിക്കും ഇങ്ങനെയൊക്കെ നല്ല ഇഷ്ടമാണ്. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം. മക്കൾക്കും അതൊക്കെ ശീലിക്കണം. എല്ലാ ആഹാരങ്ങളും കഴിക്കണം മക്കൾ. അങ്ങനെ എല്ലാവർക്കും ഉള്ളത് കോരി ഞാൻ പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മോള് കഴിക്കാനിരുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മുളക് കറി ഒഴിച്ച് ആ ഒരു പഴങ്കഞ്ഞി ഇങ്ങനെ കലക്കി അടിച്ച് കുടിക്കണം. നമ്മൾ ചീനിയും നല്ലതാണ്. ചീനി വെച്ച് ഇതുപോലെ തയ്യാറാക്കി എടുക്കുക. പക്ഷേ ഇപ്പം ചക്കക്കാലം ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ചക്കയൊക്കെ ധാരാളം ഉണ്ടാവുമല്ലോ. പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്ക് ചക്ക കഴിക്കുന്നത് നല്ലതല്ലേ. ഇപ്പം ചീനിയെക്കാട്ടിയും ചക്കയാണല്ലോ നല്ലത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നമുക്ക് വലിയ ചിലവൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടാർ പഴങ്കഞ്ഞിയാണ്. കടയിലൊക്കെ പോയിട്ട് നമ്മൾ 10, 100, 200 രൂപയ്ക്കൊക്കെ വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി അടിപൊളി ടേസ്റ്റായിട്ട് ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.